ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 47ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് വായിക്കാം. ഒരു മതമാകും അതിനുരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം. ഒരു മതമാകൂ അതിന് ഉരപ്പതെല്ലാവരും ഇതുവാദികളാരും ഓർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യം ഇങ്ങശേഷം. അതായത് ഒരു മതമാകണമെന്ന് എല്ലാവരും പറയുന്നു. എല്ലാവരും ഇതിനു വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും ആരും ഒരു മതമെന്നതിൻ്റെ രഹസ്യം അറിയുന്നില്ല. അന്യമതമെന്ന ചിന്തയില്ലാതെ പണ്ഡിതന്മാർ മാത്രമേ ഈ രഹസ്യം അറിയുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്കൊന്ന് വിശദമായിട്ട് പഠിക്കാം. ഒരു മതമാകും അതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുവില്ല. എല്ലാവരും പറയുന്നത് ഒരു മതമാകണമെന്ന്, ഇത് വാദികളാരും ഓർക്കുകില്ല. എല്ലാ മതത്തിൻ്റെയും വക്താക്കൾ പറയുന്നത് ഒരു മതമാകണമെന്നാണ്. അപ്പോൾ ഏത് മതമാകും? അവരവരുടെ മതമാണ് യഥാർത്ഥ മതമെന്ന് അതാത് മതവാദികൾ പറയുന്നു. ഒരു മതമാകും അതിനുരപ്പതെല്ലാവരും ഇത് വാദികളാരും ഓർക്കുവില്ല. ഒരൊറ്റ മതമേ വേണ്ടൂ. ക്രിസ്ത്യാനി പറയുന്നു ക്രിസ്തു മതം മതി എന്ന്. അങ്ങനെ എല്ലാവരും മതപരിവർത്തനം ചെയ്യുന്നു. ഇസ്ലാം മതം പറയുന്നു അതാണ് ശ്രേഷ്ഠം, അവരും മതപരിവർത്തനം ചെയ്യുന്നു. ഇതര മതത്തിലുള്ളവരെ ആസൂത്രണം ചെയ്ത് മറ്റു മതത്തിലേക്ക് മാറ്റുന്നു. ഹിന്ദു മതത്തിലാണ് കൂടുതൽ ചോർച്ചയുണ്ടാകുന്നത്. നാം ജനിക്കുമ്പോൾ തന്നെ മതത്തിൽ അംഗത്വം തന്നതാണ്. മറ്റു പലതിൻ്റെയും അംഗത്വം സ്വീകരിക്കുന്നത് പോലെ മതത്തിനും അത് വേണം. സ്നേഹം കൊണ്ട് വിവാഹിതരായവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ യുവതിയുടെ മതപരിവർത്തനം ചെയ്യുന്നു. ഇത് മതമാറ്റത്തിനുള്ള സാധ്യതയായി കാണുന്നു. കല്യാണം എന്നുള്ളത് മതമാറ്റത്തിനുള്ള സാധ്യതയായി കണ്ടു ചില മതവാദികൾ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമുക്കത് സമൂഹത്തിൽ കാണാൻ പറ്റുന്നു. ഇതെല്ലാം ഒന്നാന്തരം പറ്റിക്കലാണ്. മതത്തിന് ദൈവീകമായി ഒരു ബന്ധവുമില്ല. ഒരു സാമൂഹ്യ സുരക്ഷിതത്വം മതം തരുന്നുണ്ട്. എൻ്റെ മതസ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും ജോലി നേടാനുമുള്ള പരിഗണനയ്ക്ക് പാത്രമാകുന്നു. അങ്ങനെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമൊക്കെ മതപ്രസ്ഥാനങ്ങൾ സഹായകമാവുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യന് മതം നൽകുന്ന ഒരു സാമൂഹിക സംഭാവനകളാണ്. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഇത്തരം സാമൂഹ്യ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നല്ലത് തന്നെ. ഇങ്ങനെ സാമൂഹിക സുരക്ഷിതത്വം മതത്തിൻ്റെ നന്മയാണ്. പക്ഷെ മതം മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതും മറ്റു മതങ്ങളെ ദുഷിക്കുന്നതും മതസ്പർദ്ധ വരുത്തുന്നതും മതത്തിൻ്റെ പേരിൽ കലഹിക്കുന്നതും മതവിശ്വാസികൾ ചെയ്യാതിരിക്കണം. അതിന് അവർക്ക് പറ്റണം. മതത്തിൻ്റെ തെറ്റായ രീതികളും സമൂഹത്തിൽ അവർ ചെലുത്തുന്ന തെറ്റായ സ്വാധീനങ്ങളും തടയാൻ നാം പ്രാപ്തി ഉണ്ടാവണം. ആ പ്രാപ്തിയാണ് ഗുരുദേവൻ പറയുന്നത്. മതം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ മതത്തിനു വേണ്ടിയല്ല. ഇന്നിപ്പോൾ നാം എന്താണ് കാണുന്നത്? മനുഷ്യൻ മതത്തിനു വേണ്ടി നിലകൊള്ളുന്നു. എല്ലാ മതവാദികളും മതത്തിനു വേണ്ടി പറയുന്നതാണ്, മനുഷ്യനു വേണ്ടി പറയുന്നതല്ല. എല്ലാ മതവാദികളും മതത്തിനു വേണ്ടി പറയുന്നവരാണ്, മനുഷ്യനു വേണ്ടി പറയുന്നവരല്ല. മതം മനുഷ്യനു വേണ്ടി കുറേ സാമൂഹ്യ നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും
നാം എല്ലാ മതത്തിലെയും നന്മ കാണണം, തിന്മ തിരുത്തണം. മതദ്വേഷം വളർത്തരുത്. ഗുരുവിനെ അറിയുന്നവർ, ജാതിക്കും മതത്തിനും അപ്പുറത്ത് എത്തുന്നവർ സംഘടിതരാവണം. ജാതി ചോദിക്കരുത്, പറയരുത് എന്നാണ് ഗുരുവചനം. മതത്തെ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവർ, ദൈവത്തെ അറിയാൻ പ്രാപ്തിയുള്ളവർ സംഘടിച്ച് നീങ്ങേണ്ട കാലഘട്ടമാണിത്. ഓരോ പ്രത്യേക മതത്തിൽ ഇരിക്കുന്നവർ മതത്തിൻ്റെ ചൂഷണത്തെ തിരിച്ചറിഞ്ഞ് എല്ലാവരും ഒന്നിച്ചു ചേരേണ്ട കാലമാണിത്. സർവമത പ്രാർത്ഥനാലയം, സർവമത സമ്മേളനം, ഇതെല്ലാം ഗുരുവിൻ്റെ ആശയമാണ്. സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാക്കണമെന്ന്, ഇവിടം അങ്ങനെ ഒരു മാതൃകാസ്ഥാനമാക്കണമെന്ന് ഗുരു ആഗ്രഹിക്കുന്നു. ഇതാണ് നാം ആദ്യത്തെ പൂർവാർദ്ധത്തിലെ 2 ഇരടികളുടെ അർത്ഥം. ഇനി ഉത്തരാർദ്ധത്തിലെ 2 ഇരടികൾ എന്താണ് പറയുന്നത്? പരമത വാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യമിങ്ങശേഷം. ഗുരു പറയുന്നത് മതത്തിൻ്റെ ഏകത്വം, ഏകദൈവത്തെ അറിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി പറ്റും. മതവിശ്വാസികൾ അവരുടെ ദൈവത്തിൻ്റെ വലിപ്പം കാട്ടാൻ ബാലിശമായി പലതും പ്രകീർത്തിക്കുന്നു. പല മതവിശ്വാസികളും അന്യമതാചാരങ്ങളെ നിന്ദിക്കുന്നു. ഇതര മതങ്ങളെ നിഷേധിക്കുന്നവർ മതപണ്ഡിതർ എന്ന് വാദിക്കുന്നു. യഥാർത്ഥ ദൈവവിശ്വാസികൾക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അവർ ദൈവത്തിൻ്റെ മഹത്വം അറിയുന്നു. അവരാണ് പണ്ഡിതർ. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതർ, ഇതര മതങ്ങളെ ദേഷിക്കാത്തവൻ പണ്ഡിതൻ. ഒരു മതത്തെയും നിഷേധിക്കാത്തവൻ, എല്ലാ മതത്തിൻ്റെയും നന്മ തിരിച്ചറിയുന്നവൻ, അവൻ യഥാർത്ഥ പണ്ഡിതൻ. ചട്ടമ്പിസ്വാമികളുടെ ഒരു ക്രിസ്തുമത ഛേദനം എന്ന പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും മതത്തിൻ്റെ പേരിൽ ആശയപരമായിട്ട് കുറേ വ്യത്യസ്തരാണ്. ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന 2 മഹാത്മാക്കൾ. ഒരു മതത്തെയും ദ്രോഹിക്കാതെ എന്നാൽ മതത്തിൻ്റെ ചൂഷണത്തെ എടുത്തു പറയുന്ന നാരായണ ഗുരുദേവൻ മതത്തിൻ്റെ ശക്തിയും ദൗർബല്യവും കൃത്യമായി ബോധ്യപ്പെടുത്തുവാൻ ഗുരുവിൻ്റെ ദർശനത്തിന് പറ്റുന്നു. പണ്ഡിതന്മാർ മതത്തിൻ്റെ സൂക്ഷ്മത അറിഞ്ഞവരായിരിക്കണം. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതരാണവർ. അവർക്ക് മാത്രമേ മതത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ പറ്റൂ. അതിനാണ് ശിവഗിരിയിൽ സർവമത പാഠശാല സ്ഥാപിക്കണമെന്ന് ഗുരു പറഞ്ഞത്. എല്ലാ മതത്തെക്കുറിച്ചും പഠിക്കണം. സ്വന്തം മതങ്ങളെയും ഇതര മതങ്ങളെയും കുറിച്ച് പഠിക്കണം. ക്ഷേത്രത്തിനടുത്ത് സർവമത ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കുന്ന വായനശാല ഉണ്ടായിരിക്കണമെന്ന് ഗുരു പറഞ്ഞിരുന്നു. അവിടെ സർവമത ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കുകയും വേണം. എല്ലാ മതത്തെക്കുറിച്ചറിഞ്ഞ് എല്ലാ മതത്തിൻ്റെയും സമാനതകൾ തിരിച്ചറിയണം. ആന്തരിക സത്ത ഒന്നാണെന്ന സത്യം മനസ്സിലാക്കേണ്ട കേന്ദ്രങ്ങളാണ് സർവമത പാഠശാല എന്ന് ഗുരു പറയുന്നു. എല്ലാ മതത്തിൻ്റെയും ആന്തരിക സത്ത ഒന്നാണെന്ന സത്യം നാം മനസ്സിലാക്കണം. ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പേരിൽ എല്ലാവരും സാഹോദര്യം വളർത്തണമെന്ന സന്ദേശം കൊടുക്കുന്ന സങ്കേതങ്ങളായി ആരാധനാലയങ്ങൾ മാറണമെന്ന് ഗുരു പറയുന്നു. ജാതിയെ സംബന്ധിച്ച്, വർണ്ണത്തെ സംബന്ധിച്ച്, മതത്തെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച കാര്യമെല്ലാം നാം തിരിച്ചറിയണം. ഗുരുവിൻ്റെ കാഴ്ചപ്പാട് തിരിച്ചറിയണം. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയും ഇതിൻ്റെ രഹസ്യമിങ്ങശേഷം. പക്ഷേ ഇന്ന് അത്തരം പണ്ഡിതന്മാർ വളരെ വിരളമാണ്. എല്ലാ മനുഷ്യനിലുമുള്ള ഏകദൈവത്തെ അറിയാൻ നമുക്ക് പറ്റണം. അങ്ങനെ ഒരു സമൂഹത്തെ, അങ്ങനെ ഏകദൈവത്തെ അറിയുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കണം. ഈ അറിവാണ് ഇന്ന് ലോകത്തിന് വേണ്ടത്. മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്നവർക്ക് ഗുരുദർശനം വഴികാട്ടിയാണ്. ദൈവത്തെ അറിയുന്നൊരു സമൂഹം ഉണ്ടാവട്ടെ. അതിന് ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.